ലക്ഷ്മിപ്രിയ പൊന്നമ്മ ബാബു ചേച്ചി പൊന്നമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറയാണ്, ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് എനിക്ക് എന്താണെങ്കിലും സന്തോഷമായി. കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കായോട് ഈ വിവരം ആരാണ് പറഞ്ഞത്? പാചകം പഠിക്കുന്ന കണ്ടപ്പോ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തന്റെ വ്യഭിചാര കഥകൾ സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ടോപ്പിക് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഈ കണ്ടിട്ടുള്ള സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കാണുന്ന ടോപ്പിക്കുകൾ ഒന്നും ശരിയല്ല, വെറും പുകപടലങ്ങൾ മാത്രമാണ്. ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരി ഇടുന്ന വെറും പരിപാടി. ഒരാളുടെ സൈഡിൽ അവിഹിതം മറക്കാനായിട്ട് ഇവിടെ ഒരു മറ സൃഷ്ടിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ അവിഹിതം മറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മറ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോർക്കുന്നു. ഇവരുടെ അവിഹിതം ഇവർ പറയാതിരിക്കാനും ഇവരുടെ അവിഹിതം ഇവർ പറയാതിരിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ തെറ്റാണെങ്കിൽ ഇവരും തെറ്റാണെന്ന് നമ്മുടെ മുന്നിലേക്ക് പല തെളിവുകളും എടുത്ത് വെക്കുമെന്ന് പറഞ്ഞ് വെച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ച് ആ ക്യാരക്ടറിനെ ആ രീതിയിലേക്ക് ആക്കി സൃഷ്ടിക്കുന്നു. സത്യം പറഞ്ഞാൽ അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാർ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കാണിക്കാനുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ലക്ഷ്മിപ്രിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോക്സ്, ഇതിനിടയിൽ നിന്ന് കളിക്കുന്നത്. അവരെ പരിപാടി ഈ തലത്തിലൊന്നും അല്ലടിയാ, ഉള്ള കാര്യം പറയല്ലോ, കേന്ദ്ര ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദാനിയുടെ കയ്യിൽ നിന്ന് വരെ ഫണ്ട് പിരിക്കാനുള്ള പരിപാടികളായിരുന്നു ഇവരുടെ അമ്മയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ, അതായത് ശ്വേതാമേനോൻ വരെ ഫണ്ട് ഇറക്കുന്നു എന്നുള്ള കാര്യങ്ങളുടെ വോയിസ് വന്നിരിക്കുന്നത് ഇപ്പം ലക്ഷ്മിപ്രിയയുടെയാണ്. ലക്ഷ്മിപ്രിയ അതിന് ബാധ്യസ്ഥയാണ്, കാര്യം പറയണം. അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന്. ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയെ ഒരു കമ്പനി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? ഒരു കുത്തക മുതലാളിയുടെ കമ്പനി എന്തിന് അവർക്കിടയിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു? അതിൻ്റെ ആവശ്യം എന്തോ അവർക്ക്? അവരെന്തോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരാണോ ഈ സംഘടനയിലുള്ളത്? ഞാൻ കേട്ടറിവ് വെച്ച് ആ സംഘടനയിൽ ജോയിൻ ചെയ്യാൻ തന്നെ ലക്ഷങ്ങൾ കൊടുക്കണം. 1-2-3 ലാക്സ് അങ്ങോട്ട് കൊടുത്താലേ അതിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഈ അദാനിക്ക് എന്തിനകത്ത് കാര്യം ഇവിടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 2-3 വീഡിയോ ക്ലിപ്പുകൾ കാണിക്കാം. പിന്നെ ഇതിനിടയിൽ ഈനക്കുറിപ്പായിട്ട് പോയിട്ട് കെട്ടിപ്പിടി, അത് ജപ്പ ശത്രുക്കളാണെന്നാണ് പറയുന്നത്, പോയി കെട്ടിപ്പിടിച്ചിട്ടുള്ള വീഡിയോസും ആ കെട്ടിപ്പിടിയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വീണ്ടും സംഘടന തിരിച്ചു വരണം അല്ലേ? അത് ഞാൻ കാണിക്കാം. ഇപ്പം നിങ്ങൾ പറയും അവർ കെട്ടിപ്പിടിക്കുമ്പോഴത്തെ നീ എന്തിനാ കുറ്റം പറയുന്നത്? അവർ ഒരു 2 വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ട്, അത് ഇല്ലാതായി മനുഷ്യരെപ്പോഴും ഒന്നായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കണമെന്നല്ലേ പറയുന്നത്. അങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നവർക്ക് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം. ഇത് എങ്ങനെ വീണ്ടും ഇഴുകി എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. എനിക്ക് എന്താണെങ്കിലും സന്തോഷമായി. കാരണം ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് പുറത്താക്കേണ്ടതായിരുന്നു, പക്ഷേ എല്ലാം ബാക്കി അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് അവൾക്ക് തന്നെ മനസ്സിലായി എന്തായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്, അതുകൊണ്ട് അവൾ രാജിവെച്ചു. ഓക്കെ, എനിക്ക് ആ പേര് പോലും പറയാൻ ഇഷ്ടമല്ല. എനിക്ക് അത്രയ്ക്ക് ട്രോമ ഉണ്ടാക്കിയ ലേഡിയാണ് അവര്. ഞാൻ 39 years ആയി ഇൻഡസ്ട്രിയിൽ. നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് എഴുതാൻ നിങ്ങൾക്കൊരു അവസരം ഞാൻ തന്നിട്ടുണ്ടോ? ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. ഈ സ്ത്രീകൾ പൊതുവെ സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ സാധനം പെട്ടെന്ന് വിടത്തേന്നുമില്ല. അവരതിനകത്ത് പിടിച്ചു തന്നെ നിൽക്കും, ആ വൈരാഗ്യം അതുപോലെ തന്നെ നിൽക്കും. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അളിയ വാളിയ എന്ന് പറഞ്ഞ് 2 പിടി പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അവിടെ തീരത്തതേ ഉള്ളൂ. ഇവർ ഈ പറഞ്ഞ 2-3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, എനിക്കൊരു ട്രോമ ഉണ്ടാക്കിയ ഒരാളെ എനിക്ക് അവരുടെ പേര് പോലും നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ആ രീതിയിലുള്ള ദേഷ്യവും വൈരാഗ്യം എനിക്ക് അവരുണ്ട്. അവർ രാജിവെച്ചതിൽ എനിക്ക് സന്തോഷമുള്ളത് പറയുന്ന ലക്ഷ്മിപ്രിയയെ കുറിച്ച് തന്നെ. അതേ ലക്ഷ്മിപ്രിയയായിട്ടുള്ള സന്തോഷാസ്ത്രവും ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഹഗ്ഗിങ്, വെറും ഹഗ്ഗിങ് ഒന്നുമല്ല, മാതാ അമൃതാനന്ദമയുടെ സൈഡിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ഹഗ്ഗിങ് ആണ് ആ ഒരു സാധനം. അളിയ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നതും മര്യാദയ്ക്ക് മാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല. ഇതൊക്കെ വെറും പ്രഹസനത്തിന്റെ മറവുകൾ മാത്രം. കാണിക്കുന്ന തോന്നിവാസങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള വെറും പുകപടലം മാത്രമാണ് ഈ ഒരു സാധനം. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ ഇതിനകത്ത് കിട്ടും. ആ വീഡിയോ ഞാൻ കാണിക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ആലപ്പി അഷ്റഫിന് പറയാനുള്ള 2 കാര്യമുണ്ട്, അതൊന്ന് കേൾക്കാം. കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കായോട് ഈ വിവരം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരമാണെന്ന്. അപ്പോൾ ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് അതെന്തുമായിരിക്കും? സ്വന്തം ഭർത്താവിന് ഭാര്യയുടെ അടുത്ത് ഇത്രയും വിഷയമാകാനും അത് ഞാനൊരു തമാശയുടെ പേരിൽ ആ മെസ്സേജ് അയച്ചതായിരിക്കും എന്ന് അൻസിബ ഭർത്താവിനെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഞാനും ചോറാ, നിങ്ങളും ചോറല്ലേ കഴിക്കുന്നത്, ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ.
വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ചു പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. ഹൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കുവെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൻ ലാലിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ ഹൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന മാനസികാവസ്ഥയിൽ തീവ്രവാദി എന്ന് വിളിക്കാനായിട്ട് കഴിയൂലേ? അതെങ്ങനെയായിരിക്കും? ആ തീവ്രവാദി ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഈ തീവ്രവാദി എന്നൊരു പ്രയോഗം അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഈ നാട്ടിലൊരു നേച്ചർ വെച്ചിട്ട് എന്നെ നിങ്ങൾ വർഗീയവാദി ആക്കിയാലും എന്തായാലും ഒരു കുഴപ്പമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി മുസ്ലിം ആണെങ്കിൽ മാത്രമേ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ മുസ്ലിം അല്ലാതിരുന്നാൽ മാത്രമേ അവന് ആ മുസ്ലിമിനെ നോക്കിയിട്ട് അവൻ്റെ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ഇവന് വിരോധം തോന്നിയോ എന്തെങ്കിലും ദേഷ്യം തോന്നിയോ എക്സ് ഓർ വൈ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ അപ്പോഴേ ഒറ്റയടിക്ക് കണ്ണുപൂട്ടി പറയാൻ പറ്റും അവൻ തീവ്രവാദിയാണ്, അവൻ തീവ്രവാദി സ്വഭാവമുള്ള അവൻ അങ്ങനെയാ. അങ്ങനെ ഈ നാട്ടിൽ പറയുന്ന സാധനം അതാണ് അവർ ഈ പറയുന്ന ദേഷ്യത്തോടു കൂടി പറയുന്നൊരു കാര്യം സത്യമായിട്ടും. അല്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് ഒരുത്തിനും പറയത്തില്ല അവൻ തീവ്രവാദിയാ കണ്ടോ. കാരണം എന്താ? പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അവൻ്റെ മതമാണ്. എന്നാൽ ഇപ്പുറം പറയുന്നത് അങ്ങനെയല്ല അല്ലേ? അതങ്ങനെ തന്നെ. ഇപ്പം ഇവർ ഈ പറയുന്ന സാധനത്തിന് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം ഹൻസിബ അങ്ങോട്ടേക്ക് അയച്ച മെസ്സേജ് അത്ര വലിയ സാധനമാണ്. ഹസ്ബൻഡിന് കിട്ടിയത്, ഹസ്ബൻഡ് കണ്ടിട്ടുള്ള സാധനം ചെറിയ സാധനമൊന്നുമില്ല. ഹൻസിബ തൂക്കിയെടുത്ത് കൈ വെച്ചിരിക്കുന്ന സാധനം ഹൻസിബ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഹൻസിബ ആ സാധനം ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ മറവ്, ഈ അനുകമ്പയോടുള്ള സംസാരം, ഈ എക്സ്പ്രഷനോടുകൂടി വരുന്ന സംസാര ശൈലികൾ, അങ്ങനെ പല കാര്യങ്ങളും നാട്ടിൽ നിന്നും ഇല്ലാതായി പോവും. ലേഡി സുരേഷ് ഗോപി പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. പിന്നീട് അവർ ഹൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു. ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുക തന്നെ ചെയ്യും. ഇനി തിരിച്ചറിയാനായിട്ട് ഇത് മാത്രമല്ല, ഇനിയും കഥകൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. തിരിച്ചറിയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ ഒരു ഡയറിയിലൊന്നും നിൽക്കുന്ന കഥകളൊന്നുമല്ല ഇതൊക്കെ ഇപ്പോൾ ഓർത്തത്. തുണി എടുക്കാൻ സമയമില്ലാത്ത ഒരുത്തി ഒരു യുവ നടിയെ തോൽപ്പിക്കാനായി അവളുടെ മുറിയിൽ മിഥിൽ രാജ് വന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാനത് കണ്ടു. പിന്നെ ഞാൻ അവൾക്ക് മദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അവളത് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ വാചകം അടിക്കുന്ന കണ്ടപ്പോൾ ഈ വാചകം അടിക്കുന്ന ഘട്ടം എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നടക്കുന്നത്. സത്യമായിട്ടും അങ്ങനെ തന്നെയാ. ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ആരോപണം എന്നിലേക്കല്ല, അതിനകത്ത് ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ ഞാൻ ആരുടെയെങ്കിലും പേര് പറയുവാണെന്നുണ്ടെങ്കിൽ അവനാ. കാരണം ഇപ്പൊ അങ്ങനെയാണ് ഈ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ തെളിവുകൾ എടുത്തു വെച്ച് സംസാരിക്കുന്നതിനകത്തല്ല. അപ്പൊ കൃത്യമായിട്ട് ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അത് പിടിച്ചുകൊണ്ട് ഹൻസിബയുടെ കീഴിലോട്ട് ചെല്ലുമല്ലോ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്ത കുറെ സാധനങ്ങൾ. പക്ഷെ ഒന്നും കറങ്ങിയിട്ടില്ല കേട്ടോ. ഹൻസിബയുടെ എടുത്തിട്ട് ഒരു സാധനവും കറങ്ങിയിട്ടില്ല. ഇവർക്ക് തന്നെ നേരെ തിരിച്ചടിച്ചിട്ടുള്ളതില്ല. ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തൻ്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവൾക്ക് മദ്യം. അപ്പോൾ എവളും വെള്ളവാടിക്കാറിയാണെന്ന് മനസ്സിലായില്ലേ. ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഥിൽ രാജ് അവളുടെ റൂമിലിരിക്കുന്നു. ഇവളെന്തിനാ 4 മണിക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോയതായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവക്ക് പോലീസിന്റെ ചുമതല ഉണ്ടോ? സത്യസന്ധമായി ചോദിക്കേണ്ട ചോദ്യമാണ്. വെളുപ്പിനെ 4 മണിക്ക് എന്തിനടേ നിങ്ങൾ ആ റൂമിലോട്ട് പോയത്? അത് വലിയൊരു ചോദ്യമാണല്ലോ. ചേട്ടാ നമ്മളെന്താ ചോദ്യം ചോദിക്കാഞ്ഞ്? അല്ലെങ്കിൽ കാര്യം പിടിക്കുന്നതെല്ലാം ഞാൻ ഓരോ ചോദ്യം ചോദിക്കുന്നതിനകത്ത് എനിക്ക് മാത്രം അത് ചോദിക്കാനായിട്ട് പറ്റിയില്ല. അവളുടെയൊക്കെ റൂമിൽ 4 മണിക്ക് റെയ്ഡ് നടത്താൻ എന്ത് പറയാൻ? തനിക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന നപുംസകം ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൂറി തോപ്പിക്കുക എന്ന് പറയും പോലെ നാറ്റി തോപ്പിക്കാനാണ് ഈ കക്ഷി ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറവും ചിലപ്പോൾ ഇനി പറയാം നാളെ.
ഈ സംഭവം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണുമല്ലോ. നമ്മൾ ഈ കണ്ട കഥകളോ അമ്മയുടെ സ്ഥാനവോ ജിഹാദി എന്നുള്ള വിളിയോ ഇതൊന്നുമല്ല ഈ സാധനം. ലക്ഷ്മി പ്രിയ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു സാധനം. കാന്താരി റെസ്റ്റോ ബാറിനകത്ത് നിന്നും ഇങ്ങനെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു കാരണം 250 പേര് മാത്രം പങ്കെടുത്തൊരു പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ്. ഇനി ആ ക്ലിപ്പുകളൊന്നും ഞാൻ എടുത്തോണ്ട് വരുന്നില്ല ഇതിനകത്തോട്ട്. അങ്ങനെ നമ്മൾ ചെയ്ത കാര്യം ക്ലിയർ ആണ്, നമുക്ക് അതിനകത്ത് തെറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ നിൽക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ബോധിച്ചോളും. നമ്മുടെ സത്യസന്ധത ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ വാതുറക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ളവർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വാതുറക്കുമായിരിക്കും. എനിക്ക് ഒരു സൈഡിൽ പോലും ലക്ഷ്മി പ്രിയയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുന്നില്ല. നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് നോക്കിയാൽ അൻസിബ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നതാണ് നിങ്ങൾ വെച്ചോ. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലക്ഷ്മി പ്രിയ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലക്ഷ്മി പ്രിയ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് നിന്ന് പിഴച്ച് വരിക, കൂടെ ഭർത്താവും ഇതേ മേഖലയിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി വരുന്നില്ലല്ലോ. വരുന്നവരെല്ലാം അൻസിബയെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കാര്യം എന്തുവാ? അവിടെ തൊട്ടാ നാറുവോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡും ഇത്രയും നല്ലൊരു ഇരിപ്പുവശമൊക്കെ ഉള്ളൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തല്ലേ സാധാരണ ആൾക്കാർ വരേണ്ടത്. അതും അവരുടെ അതേ പ്രായത്തിലും വേവ് ലെങ്തിലും ഉള്ള സ്ത്രീകളാണ് അൻസിബയെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. അപ്പം അൻസിബയെ കാണുന്നതിന് മുമ്പേ ലക്ഷ്മി പ്രിയയെ കണ്ടിട്ടുള്ളവർ തന്നെയല്ലേ ഇങ്ങനൊരു സപ്പോർട്ടായിട്ട് ഇവർക്ക് എത്തുന്നത്. അപ്പം ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനകത്തിന് വരാൻ പോകുന്ന സാധനങ്ങളൊക്കെ വേറെ അടാർ ഐറ്റങ്ങളാണ്. ഇനി ഇവരുടെ ആ ഒരു കെട്ടിപ്പിടി ദൃശ്യം ലക്ഷ്മി പ്രിയാണ് അയ്യേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഉമ്മ കണ്ടിട്ടായിരിക്കും അയ്യേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയൂ ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടേ, നല്ല രീതിയിലൊക്കെ ചെയ്യണ്ടേ, ഇതൊക്കെ ഒരിക്കലും നമ്മളൊരു വഴക്കോ തർക്കമോ ഇല്ലാതാക്കണം ജനങ്ങൾക്കിടയിൽ. ഈ അദാനിയുടെ ഒരു കാര്യം അറിയല്ലോ. ഇനി ആ 3-4 ക്ലിപ്പുകളും കൂടെ കേൾപ്പിക്കാം. അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യത്തിന്റെ വ്യക്തമായ ക്ലാരിറ്റി എന്തുവാണെന്ന് ഞാൻ ഇതിനകത്ത് തന്നെ കണ്ട് നമുക്ക് ഓരോന്നായിട്ട് വരാം. ചേച്ചി, സംഘടനകളുടെ പ്രശ്നം ഇപ്പൊ അൻസിബ ലക്ഷ്മിപ്രിയ എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മറ്റൊരു യൂട്യൂബ് ചാനൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയ വളരെ മോശമായ രീതിയിൽ അവരുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ അൻസിബയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് നിലവിൽ ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പക്ഷേ അതിൽ ആരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ഇതിന് പുറത്തുള്ള വ്യക്തി. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇറക്കിയിട്ടുണ്ട്. ശരിക്കും ലക്ഷ്മിപ്രിയ ചെയ്യുന്നത് എന്താണ്? അവർ മനസ്സിൽ എന്താണ്? അവർ ചെയ്യുന്ന എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ? വളരെ മോശമാണ്. കല്യാണം പോലും കഴിക്കാത്ത അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടി, 32 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ? അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് പിന്നെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോയനല്ലോ. അവരുടെ പ്രശ്നം പറ്റത്തില്ല, ആ ഒരു കാര്യം പറയാനായിട്ട് കഴിയത്തില്ല. അത് നിങ്ങളോട് ആരോടും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല ആ സാധനം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കെ, ഇവര് തന്നെ പറയുന്നു എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്ന ഒരു വ്യക്തി ആ ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല എന്നുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കെ, അവിടെ ഹൻസിബയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞങ്ങൾ തീർത്തു കൊടുത്തന്നെ അൻസിബയും വിളിച്ചോണ്ട് പോയി ഇവര് ഒരു മേശയുടെ ചുറ്റുവരുത്തി ഞങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി ഞങ്ങൾ സംസാരിച്ച് തീർത്തു കൊടുക്കാവുന്ന ഒരു വിഷയമായിരുന്നു അത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മളെ എന്താ പറയാ, അങ്ങാടി തോറ്റേൻ അമ്മയോട് എന്ന് പറയുന്നത് പോലെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാം, ആരെയും അപമാനിക്കാം എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. മനസ്സിലായി? എത്ര സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുമാണ് 2-3 ദിവസമായിട്ട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ ഒറ്റ കാര്യമുണ്ട്. ഭ്രാന്ത് വന്നാൽ നമുക്ക് ചങ്ങലക്കിടാം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യും? ആദ്യം ഇവർ ഭയങ്കര കൂട്ടായിരുന്നു. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്ക് കാവലിരുന്നിട്ടുണ്ട്. ചെന്ന സമയം മുതൽ അൻസിബയെ ടാർഗറ്റ് ചെയ്ത് അൻസിബയുടെ റൂം മാറ്റി, അൻസിബയ്ക്ക് ജോയിന്റ് സെക്രട്ടറി അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. അത് മാറ്റി ട്രഷറർക്ക് കൊടുത്തു. അവളത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ അവിടെ ആദ്യത്തെ അവളെ കുറിച്ച് അവിഹിതം പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായി. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ പ്രാവശ്യം അവളവിടെ ചെല്ലുമ്പോൾ ഇവൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ വരുത്തി, ആ ആർട്ടിസ്റ്റിനെ അവിടെ വരുത്തി കൂട്ടിച്ചോദ്യം. ഒരു അമ്മയുടെ ഓഫീസിൽ നടക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? അവൾ പരാതിയായിട്ട് ഈ ശ്വേതാമേനോട് അടുത്ത് പിന്നെ പോലീസ് കേസ് ആയല്ലോ ലക്ഷ്മിപ്രിയ ആയിട്ടുള്ള. ആ പോലീസ് സ്റ്റേഷനിലായി നിങ്ങൾ തീർത്തു തരണമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങോട്ട് വാ, ഓഫീസിലേക്ക് വാ, നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പറഞ്ഞു തീർത്ത് കോംപ്രമൈസ് ചെയ്ത് വിടേണ്ടതിന് പകരം അത് ചെയ്തില്ല. ഒരു അമ്മ ഇടപെടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് പിന്നീട് വന്ന ഗൂഗിൾ മീറ്റിൽ ലക്ഷ്മിപ്രിയ ആദ്യം തന്നെ ശ്വേതയ്ക്ക് താങ്ക്സ് പറയാ. എന്റെ ഈ പോലീസ് കേസിൽ ശ്വേത ചേച്ചിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന്. അപ്പോൾ ഒരു പ്രസിഡന്റ് ഇടപെടത്തില്ല എന്ന് പറഞ്ഞ കേസില് ഈ പിന്നെ ലക്ഷ്മിപ്രിയക്ക് അനുകൂലമായിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? അത് ഡബിൾ സ്റ്റാൻഡ് ആണ്. ഡബിൾ സ്റ്റാൻഡ് അല്ല, അവർ ചെയ്ത് ശരിയായില്ല, അത് ശരിയല്ല. ഇതിനകത്ത് ശ്വേതമേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഡബിൾ സ്റ്റാൻഡ് അല്ലേ ഇവിടെ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അപ്പൊ അവൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായി. അതിനുശേഷം കുടുംബസംഗമം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് അവള് രാജി എഴുതി കൊടുത്തത്. അപ്പോഴാണ് അവൾ രാജി എഴുതി കൊടുത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് മുഴുവൻ ഇതേ സാധനം ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളതാ, നമ്മൾ ഇതിനെ കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുള്ളതാ. ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ തന്നെ നീതി നടപ്പാനാക്കാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് എന്ത് നീതിയായിരിക്കും എനിക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞൊരു കാര്യം.
അതുപോലെ തന്നെ ഇതേ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ സഹായം ചെയ്തിട്ടുണ്ടെന്നും ഈ പറയുന്ന അൻസിബ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം ഈ പറഞ്ഞ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളോട് പറയുമ്പോഴായിരിക്കും അതിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഒന്ന് മനസ്സിലാവുന്നത്. ഇത് ഞാൻ വലുതായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മതി. ഇത് കാണുമ്പോൾ തന്നെ ഈ കേസ് എന്തോന്ന് മനസ്സിലാവും. ഈ കേസ് നമ്മൾ ഈ പറഞ്ഞ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈഗോ പ്രശ്നമോ ഈഗോ ക്ലാഷോ പ്രായത്തിന്റെ കുഴപ്പമോ ജിഹാദിന്ന് വിളിച്ച് ഈ സാധനങ്ങളൊന്നുമല്ല. എന്നാൽ ഇത് പബ്ലിക്കിലും ആരെയും എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഇവരുടെ പേഴ്സണലായിട്ടൊരു കാര്യമാണ്. ഈ സാധനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയാനായിട്ട് നിൽക്കുന്നത്. ഇതേ ഇന്റൻസിറ്റിയോടുകൂടി തന്നെയാണ് ഈ ഇഷ്യൂ പൊക്കോണ്ടിരിക്കുന്നതെങ്കിലും ഇതുപോലുള്ള ഓരോ വ്യക്തികളും വന്നിട്ട് ലക്ഷ്മി പ്രിയയെക്കുറിച്ച് പല കാര്യങ്ങൾ പറയാനും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിലും ഈ സാധനം പുറത്ത് വരും. ഈ സാധനം പുറത്ത് വരണം. വന്നാലേ ഒരു മറവങ്ങ് തീരത്തുള്ളൂ. ഒരു മറവങ്ങ് തീരണം. ും അമ്മയിലെ മറ്റേ വിഷയങ്ങളാണ് ആ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ. ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. 2 സ്ത്രീകൾക്ക് നീതി മേടിച്ചുകൂടെ അവരുടെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഇവരെങ്ങനെ ഇത്രയധികം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അംഗങ്ങളായിട്ടുള്ള അമ്മയിൽ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവർക്കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ഈ കമ്മിറ്റി ഭരണസമിതി പോകണ്ട എന്ന് തീരുമാനിച്ച് 2 പ്രാവശ്യം കണക്കും റിപ്പോർട്ടും റെഡിയല്ലാത്ത സമയത്ത് തന്നെ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഈ ഭരണസമിതി മുന്നോട്ട് പോകണമെന്നുള്ളവർ കൈപൊക്കാൻ പറഞ്ഞു. ആകെ 15-16 പേരെ കൈപൊക്കിയത്. അതിൽ പകുതി പേരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. പോകണ്ട പിന്നെ ഈ ഭരണസമിതി പിന്നെ തുടരണ്ടെന്നുള്ളവർ കൈപൊക്കാൻ വന്നപ്പോ എല്ലാവരും കൈപൊക്കി. അത് 2 പ്രാവശ്യം അതല്ലേ ജനറൽ ബോഡിയിൽ എടുക്കേണ്ടതല്ലേ. അപ്പൊ ആ തീരുമാനം എടുത്തവര് പക്ഷെ നമ്മൾ ഈ പുറത്ത് കേട്ട കഥകൾ ഇതൊന്നും അല്ലല്ലോടെ. 6-7 മണിക്കൂറോളം നിപ്പി നിർത്തി ക്രൂശിച്ചു ഫണ്ട് വന്നതിന്റെ ഉള്ള കണക്ക് പറയുമെന്ന് പറഞ്ഞൊരു കാര്യം. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ശ്വേതാ മേനോൻ അങ്ങ് രാജിവെച്ചു പുറത്തു പോയിന്ന്. ഇവർക്ക് ആർക്കും ഇതുപോലുള്ളൊരു സ്ത്രീ ഭരണസമിതി വന്നതെന്നല്ല. ഈ സ്ത്രീ ഭരണസമിതി എടുക്കണമെന്ന് പറഞ്ഞപ്പോഴും അതിന്റെ തലപ്പത്തേക്ക് ഈ പറയുന്ന സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് ഈ കുക്കു പരമേശ്വരനും ലക്ഷ്മി പ്രിയയും വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവർക്ക് വരാനുള്ള യോഗ്യത ഇല്ലെന്ന് തന്നെ പറയുന്നത്. അത് വ്യക്തമായിട്ട് ഈ ഒരു 10 മാസം 11 മാസം കൊണ്ട് ഇവരങ്ങ് തെളിയിച്ച്. അത് തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ അകത്തുള്ളവർക്ക്, അതായത് ഇതിനകത്തെ ഒരു സിവിലിയനെ കണക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ആൾക്കാർ കാണുമല്ലോ, അവർ ഇത് കൃത്യമായിട്ട് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്തുവാ നടക്കുന്നത്, ഇവരുടെ പെരുമാറ്റം എന്തുവാണെന്ന്. അതാണ് വ്യക്തമായിട്ട് നമ്മൾ ഈ കാണുന്നത്. അതെ, അൻസിബ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പാവപ്പെട്ട അമ്മമാർക്ക് കിട്ടുന്ന ഒരു അവസരം പലരും ഇല്ലാതാക്കി എന്നുള്ളത്. പാവപ്പെട്ട അമ്മമാർ മാത്രമല്ല, പിന്നെ എല്ലാ കലാകാരന്മാർ, കഴിവുള്ള കലാകാരന്മാർക്ക് കിട്ടേണ്ട ഒരു അവസരം അത് കുടുംബസംഗമം കൊണ്ട്. ഇത് ഇവരുടെ ഈ കുടുംബസംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയെ ചുറ്റിപ്പറ്റിയാണല്ലോ ഇഷ്യൂവിന്റെ തുടക്കം. അതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാം സെലിബ്രിറ്റീസാ. ഇവർ തന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 4 പേര് 10 പേര് കാണും. അപ്പൊ ഇവരുടെ പരിപാടി ഇവർ പുറത്തുനിന്ന് വേറൊരു സെലിബ്രിറ്റി വിളിക്കുന്നത് എന്തുപാടാ? ഇത് ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കുറച്ച് പൈസ ചെലവാക്കിയിട്ടുണ്ട്. സ്റ്റീഫൻ ദേവസി വന്ന കാര്യം, സ്റ്റീഫൻ ദേവസിയുടെ ഒരു ഷോയ്ക്ക് 11 ലക്ഷം രൂപ എണ്ണി കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ്. അത് തന്നെ അങ്ങനെ മാറ്റി നിർത്തിയവരെയൊക്കെ ഒത്തുചേർത്തുകൊണ്ട് അവർക്കൊക്കെ ഒരു സ്റ്റേജ് അവർ മാത്രം. കഴിഞ്ഞ കുടുംബസംഗമം അങ്ങനെ തന്നെയാണ് നല്ല പരിപാടിയായിരുന്നു. ഇപ്രാവശ്യം പക്ഷെ ഭയങ്കര പ്രശ്നമായി. സ്റ്റീഫൻ ദേവസിയെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ അൻസിബയോട് ചോദിച്ചതാ, അൻസിബ എന്തിനാണ് അൻസിബ സ്റ്റീഫൻ ദേവസി ഇത്രയും രൂപ കൊടുത്ത് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? സ്റ്റീഫൻ ദേവസിയെ അമ്മയിലെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാനാ. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ഡയറക്ട് ചെയ്യുന്നത് നാദിർഷയാണ്. നാദിർഷ മ്യൂസിക് ഡയറക്ടർ അല്ലേ? നാദിർഷയ്ക്ക് കണ്ട് എത്ര പൈസ 3 ലക്ഷം കണ്ടാണ്. ആ പൈസ നാദിർഷയോട് പറഞ്ഞ ഇല്ലെങ്കിൽ നാദിർഷ ഫ്രീ ആയിട്ട് ചെയ്യുമല്ലോ. നാദിർഷയ്ക്കൊന്നും പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. കുടുംബസംഗമത്തിൽ അങ്ങനെ നാദിർഷയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. നാദിർഷ അതും ഡയറക്ട് ചെയ്തത്. ഇപ്രാവശ്യം വന്നപ്പോ നാദിർഷയുടെ പ്രോഗ്രാം നാദിർഷയോട് പറഞ്ഞ പോരെ. നാദിർഷ ഈ ലാലേട്ടനും മമ്മൂക്കായും വരുമ്പോഴും ചില ഇൻട്രോ മ്യൂസിക്കുകളൊക്കെ വേണമല്ലോ, അത് നാദിർഷ ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ എത്ര എനിക്ക് തോന്നുന്നു 50,000 രൂപ ചെലവേ വരത്തുള്ളൂ മാക്സിമം. നാദിർഷ അത് ചെയ്തു തരും. എത്ര വർഷങ്ങളായിട്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നതാണ്. എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് ഇൻട്രോ മ്യൂസിക് നാദിർഷയുടെ പ്രോഗ്രാമിലുള്ളതാണ്. അത് നാദിർഷ ചെയ്യൂലേ? അത് ചെയ്യാൻ വേണ്ടി സ്റ്റീഫൻ ദേവസിയെ, അതും പിന്നെ ആ കീബോർഡ് 2-3 മിനിറ്റ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീഫൻ ദേവസിക്ക് 11 ലക്ഷം. അങ്ങനെ ചെറിയ കണക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലേ പുറത്തു വരുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പുറത്തു വരേണ്ട സാധനം ഇതല്ല. കാണാം, കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇപ്പൊ തന്നെ അധികം ആരും ചോദിക്കാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ കുക്കു പരമേശ്വരനിൽ നിന്നാണ് ഒരു ഇഷ്യൂ തുടങ്ങി വെച്ചത്. പക്ഷെ കുക്കുവിനെ പറ്റി ഇപ്പൊ ആരും സംസാരിക്കുന്നില്ല. ആരാണ് കുക്കുവിനെ നിലയിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? കുക്കുവിന്റെ പേര് ഇവിടെ കുക്കു എവിടെ ഒളിച്ചിരിക്കുന്നു. കുക്കു ഫ്രെയിമിലേ വന്നില്ല. അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് കുക്കു എല്ലാം പറഞ്ഞിട്ട് കുക്കു പറയുന്ന മെമ്മറി കാർഡിന്റെ ഇഷ്യൂ പറഞ്ഞാലും ഞാൻ അമ്മയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അമ്മയിൽ ആരെ സംരക്ഷിക്കാനാണ് കുക്കു പരമേശ്വരൻ ശ്രമിക്കുന്നത്? പരിശ്രമിച്ച് ഈ നാണക്കേടൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്നും പറയുന്ന കേട്ടു അതുലയെ പറഞ്ഞു വിട്ടത് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി. അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്നാണ് കുക്കു പരമേശ്വരൻ അവിടെ പറഞ്ഞത്. അങ്ങനെ പറയാൻ അവിടെ ഏത് നടന്മാരാണ് ചെല്ലുന്നത്? അമ്മയുടെ ഓഫീസിൽ ഒരു നടന്മാരും ചെല്ലേണ്ട ആവശ്യമില്ല. അവരവിടെ ഇതിനു മുമ്പ് ഒക്കെ ചെല്ലുക പോകുക
നമുക്ക് അവനോട് അയ്യോ അങ്ങനെ പറയല്. ടിം ടോം ചേട്ടന് ഒരു കാര്യവും ഇല്ലെങ്കിൽ എപ്പോഴും ആ ഓഫീസിനകത്ത് തന്നെ ഇരിപ്പ് വശമെന്നാണ് നാട്ടുകാരൊക്കെ പൊതുവെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രസ്താവിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എനിക്ക് പെട്രോൾ അടിക്കാൻ പോലും കാശില്ലല്ലോ, ഞാൻ എൻ്റെ ഫോർഡ് മസ്തങ് എടുത്തോണ്ട് 4 മൈലേജും വെച്ചോണ്ട് ഓടിയായിരിക്കും ഞാൻ അവിടെ ചെല്ലുന്നതെന്ന്. ഒരു കാര്യമില്ലെങ്കിൽ എനിക്കൊരു പ്രതിഫലം പോലും കിട്ടാമെന്ന്. 24 മണിക്കൂർ അവിടെ തന്നെയാണെന്ന് അറിഞ്ഞത്. അങ്ങനെ ഒരു ആണുങ്ങളും അല്ല, ആണൊക്കെ പോകാറുണ്ട്. പോവുക. ഇവരാണ് രാത്രി 12 മണി 1 മണി വരെ 2 മണി വരെ ഇരുന്നത്. കറണ്ട് ചാർജ് പോലും ഭയങ്കര ബില്ലാ വന്നത്. കറണ്ട് ചാർജ് എന്ന് പറഞ്ഞത് ഭയങ്കര ബില്ലാ വന്നിരിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ അവിടെ സോളാർ ഉള്ളോ, അതിന്റെ സ്വിച്ച് എവിടെയാണെന്ന് മറന്നുപോയി എന്നാ പറയുന്നത്. ആ സ്വിച്ച് എവിടെയാന്ന് മറന്നുപോയിന്ന് അറിയത്തില്ല. ക്യാമറ ഇരിക്കുന്നതിന് ക്യാമറ വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. കുറെ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്താവശ്യത്തിനാണെന്ന് അറിയത്തില്ല. അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഇതുവരെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളൊന്നും ഒരു അവിടെ വരുന്നു, കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ ഈ കമ്മിറ്റി തുടങ്ങിയപ്പോൾ മുതൽ ഓരോ സിറ്റിങ്ങിനും ഒരാൾ 3000 രൂപ വെച്ച് വാങ്ങിച്ചു എന്ന് പറയുന്നത് എഴുതി കണക്കിലുണ്ട്. 3000 രൂപ വെച്ച് വാങ്ങിച്ചു. ട്രാവലിംഗ് എക്സ്പെൻസ് ഒരാൾക്ക് 3000 വെച്ച് എഴുതി. ഇതൊക്കെ അവിടെ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അനാവശ്യ ചെലവുകളല്ലേ, നമ്മുടെ സേവനമല്ലേ. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടും അമ്മയുടെ ഭാരവാഹിയായിട്ടും വരുന്നത് പണം ഉണ്ടാക്കാനും പൈസ വാങ്ങിക്കാനും വേണ്ടിയിട്ട്, അതൊരു സേവനമായിട്ട് കാണണ്ടേ. അതല്ല അവിടെ നടന്നത്. പല കാര്യങ്ങളിലും എല്ലാവരും അത് അവിടെ ഒരു ബിസിനസ് ആയിട്ട് ഈ ഭരണസമിതി കണ്ടു. കുടുംബസംഗമം നടത്തിയപ്പോൾ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഈ കുടുംബസംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ തന്നെ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും സ്പോൺസറെ കൊണ്ടുവരാം, ഇത്ര ശതമാനം കമ്മീഷൻ എടുക്കാം. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അമ്മയിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്നിട്ട് കൊണ്ടുവന്നിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കുടുംബസംഗമം നടത്തുമ്പോൾ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന മ്യൂസീഷ്യന് 11 ലക്ഷം രൂപ കൊടുത്ത് കുടുംബസംഗമം എന്ന് പറയുന്നത് കുടുംബസംഗമത്തിലെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ അമ്മയിലുള്ള മെമ്പേഴ്സിന് പെർഫോം ചെയ്യും കുടുംബാംഗങ്ങൾക്കാണ്. അപ്പൊ ഇതിനു മുമ്പ് ചാനലിലെ പരിപാടികളൊക്കെ നിർത്തി. അപ്പൊ പല സ്റ്റാർഡമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്ന ചാനൽ പറയുന്നവര്. അപ്പൊ അതിന്റെ ഒരു വിഷമം കുറെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിവുള്ള കുറെ അംഗങ്ങൾ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കേൾക്കാം. ശരിക്കും അമ്മ എന്ന സംഘടനയെ ഈ രാഷ്ട്രീയവൽക്കരിക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ആര് ഇത് ഇവിടെ ഇപ്പൊ ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നുണ്ട്. കെ വി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയം പറയുന്നു, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പറയുന്നു, ജഗദീഷിന്റെ രാഷ്ട്രീയം പറയുന്നു, പിഷാരടിയുടെ രാഷ്ട്രീയം പറയുന്നു, പലരുടെയും രാഷ്ട്രീയം പറയുന്നു. അവരാരും ഈ കാലയളവിൽ അവരുടെ രാഷ്ട്രീയം അമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇവർ ശ്രമിക്കുന്നു, ഇവിടെ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മനസ്സിലായോ? അത് എന്റെ ഒരു പേരിന്റെ പേരിൽ പോലും വർഗീയത കൊണ്ടുവന്നില്ലേ കഴിഞ്ഞ ദിവസം അവര്? അതെ, എന്റെ ഒരു പേരിന്റെ പേരിൽ പോലും അവർ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആരാണ്? നമ്മൾ ആരെങ്കിലും ആണോ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ട്? അതൊന്നും അവിടെ നടക്കത്തില്ല. അമ്മ എന്ന് പറയുന്ന സംഘടന ഈ ഇത്രയും 31 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ എല്ലാവരും ഒരേപോലെ ഒരു മതം, ഇന്ന മതം, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല. എല്ലാ മതക്കാരും ഉണ്ട് അവിടെ. അവരെല്ലാവരും ഒരുപോലെ തന്നെയാണ് സന്തോഷത്തോടെ പോകുന്നത്. അതിനകത്തേക്ക് വർഗീയത കൊണ്ടുവരാനും അദാനിയെ കൊണ്ടുവരാനും ഇവരെന്താ ഉദ്ദേശിച്ചത്? പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്ന് നമ്മളെ തായ്ലൻഡിൽ കൊണ്ടുപോകാൻ പോകുന്നു. അതൊക്കെയാണ് വലിയ കാര്യം. അതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തീരുമാനിച്ചത്. സത്യം പറഞ്ഞ ഈ ഒരു ഭരണസമിതി കിട്ടിയ അവസരം, ഈ അവസരത്തെ മാക്സിമം യൂസ് ചെയ്യുക, സമ്പാദിക്കുക. അത് ഏത് രീതിയിൽ സമ്പാദിക്കുക. ഒരു കുത്തക മുതലാളി ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കണക്ട് ആവുന്ന എന്തോ ഫണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫണ്ടായിരിക്കും അറിയാൻ പോകുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന ആരായിരിക്കും? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികൃതർ, 1, 2, 3 ആൾക്കാർ. അപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യം ഇതിനകത്ത് നല്ല രീതിയിൽ നിറവേറും. താഴെത്തട്ടിലുള്ളവർക്ക് 1000 10,000 കിട്ടുന്നിടയ്ക്ക് ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴത്തേക്കിന് വീഴുന്നത് കോടികളായിരിക്കും. അത് നല്ല കോടികളായിരിക്കും വീഴാൻ പോകുന്നത്. ആ ഒരു പരിപാടി അറേഞ്ച് ചെയ്യാനായിട്ട് ഇവർ ശ്രമം നടത്തി. എന്നിട്ട് എന്ത് കാണിച്ചാലും അത് അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി, അത് അമ്മയ്ക്ക് വേണ്ടി, അമ്മയെ നിലനിർത്താൻ വേണ്ടിയിട്ട്. അമ്മ എന്ന് പറയുന്നില്ല, AMMA നിലനിർത്താൻ വേണ്ടിയിട്ടെന്ന്. ഏതൊക്കെ തരത്തിലാണോ വളച്ചൊടിക്കുന്നത്. അടുത്തത് അതിനകത്ത് വേറൊരു കാര്യം ഒന്ന് ഇടയ്ക്ക് ചോദിക്കുകയാണ്. ഇന്നലെ കണ്ട ന്യൂസിൽ അദാനി 25 ലക്ഷം രൂപ അമ്മയ്ക്ക് ഫണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അതാണ് അതാണ് ഞങ്ങൾ ഞാൻ അവിശ്വാസ പ്രമേയത്തിന് മുന്നിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജനറൽ ബോഡിക്ക് 2 ദിവസത്തിന് മുമ്പാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറയാണ്, എന്നെ ജിഹാദി എന്ന് വിളിച്ച കാര്യം പറയുമോ ജനറൽ ബോഡിയിൽ, ഉഷ ചേച്ചി പറയുമോ എന്ന് ചോദിച്ചു. പറയും, ഞാനത് ചാനൽ ഞാൻ അന്ന് പറയും എന്ന് പറയും. അതെന്താണെന്നറിയാമോ ചേച്ചി? എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി പൊന്നു, ഈ നമ്മുടെ ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശ്വേത ചേച്ചി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മുടെ അദാനിയുടെ ഫണ്ട്? ചേച്ചിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ആ ഫണ്ട് മേടിക്കണം. ഫണ്ട് മേടിച്ചിട്ട് ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ സെലിബ്രിറ്റീസിന് നന്മ ഉണ്ടാകുന്ന കാര്യമല്ല. ഉണ്ടെങ്കിൽ അതിനകത്ത് ഒട്ടും സാമ്പത്തികം കിട്ടാതെ നരകപൂർണ്ണമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്താൽ അദാനി തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ഒരിക്കലും അത് അമ്മയുടെ
ചാരിറ്റിയുടെ പരിപാടിയായിട്ടോ അമ്മയുടെ പേരിൽ കൊടുക്കുക, നിങ്ങളെ കൊണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് പൈസ മേടിച്ചുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരു പബ്ലിസിറ്റി അദാനിക്ക് മേടിച്ചു കൊടുക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് പബ്ലിസിറ്റി എടുക്കുക. അല്ലാതെ നിർത്തി വട്ടതി കൂമ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അമ്മയ്ക്ക് അപ്പൊ അവർ ഈ സംഘടന എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസം. ഇനി ഈ ഭരണസമിതി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത്തരം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനകത്ത് നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇനി ഇവര് വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസ പ്രമേയം റെഡിയാക്കിയത്. അതിന് മുൻപ് പിന്നെ എല്ലാവരും ഈ കഥയോ തിരക്കഥയോ നമ്മൾ ഈ കണ്ട കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഒരാൾ വരുമ്പോഴാണ് ഇതിനകത്ത് ഉള്ളിൽ എന്തോ നടന്നെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അടുത്തത് പ്രാവശ്യം കൈവക്കാം. അതിന് മുൻപ് തന്നെ അപ്പൊ ചോദിക്കും അവിശ്വാസ പ്രമേയം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. അതിന് തക്കതായ കാരണമുണ്ട്. അതായത് ഈ പറഞ്ഞില്ലേ 1500 രൂപ കൈനീട്ടം കൂട്ടിത്തരുമെന്ന്. ഈ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നത് അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. ഈ 1500 രൂപ പെൻഷൻ തരുമെന്ന് പറയുന്നത് ഒരു സ്പോൺസറുടെ കയ്യിൽ നിന്ന് തരുമെന്നാണ് പറയുന്നത്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് പെൻഷൻ തന്നുകൊണ്ടിരുന്ന അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങളത് വളരെ അഭിമാനപൂർവ്വമാണ് ആ പൈസ കൈനീട്ടം സ്വീകരിക്കുന്നത്. മമ്മൂക്കായി, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്റ്റേജ് ഷോ നടത്തി, ചാനലുകളിൽ സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ആവശ്യത്തിനുള്ള പണം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. ഈ കുടുംബസംഗമം നടത്തിയിട്ടാണ് സഞ്ജീവനി പോലുള്ള പദ്ധതിക്ക് വേറെ പണവും അക്കൗണ്ടിലുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തരേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും നല്ല ഞങ്ങൾ അങ്ങ് തണ്ടാൻ വിടുന്നതല്ലേ. അതെ, ഞങ്ങൾക്ക് എന്തിനാ മറ്റുള്ളവരുടെ ഔദാര്യം? ഞങ്ങളുടെ സംഘടന തരുന്ന കൈനീട്ട് അഭിമാനപൂർവ്വം ഞങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ പൈസക്ക് 1500 രൂപ ഒരു സ്പോൺസർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പുറത്തുനിന്ന്. ഇത് ഈ സംഭവം രാഷ്ട്രീയവൽക്കരിക്കാനും ഇതിനിടയിലേക്ക് ആൾക്കാരെ കുത്തിക്കയറ്റാനും ഈ നിലപാടുകളൊക്കെ മാറ്റാനും കാണിച്ചൊരു ശ്രമമാണ്. പെട്ടെന്ന് സ്ത്രീകൾക്കിടയിലേക്ക് ഈ ഒരു ഭരണസമിതി വരികയും അത് ഇവരുടെ കയ്യിലേക്ക് വരികയും ഇവരുടെ താല്പര്യങ്ങളിലേക്ക് വളച്ചൊടിക്കാനായിട്ട് നിന്നു. എക്സ്പെഷ്യലി ലക്ഷ്മി പ്രിയ ഇതിനകത്ത് നല്ലൊരു കുറുക്കന്റെ കളി കളിച്ചിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ട് പറയുന്ന കാര്യമാണ് അത്. പല കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോൾ മനസ്സിലാവും. അടുത്തത് ഇത്രയും വലിയൊരു വിഷയമാകുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് കുടുംബസംഗമം കഴിഞ്ഞ് ഈ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അൻസിബ, അതിന് മുമ്പ് അൻസിബ പല പ്രാവശ്യം രാജിവെക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ഞാനും പരമ ചേച്ചിയൊക്കെ ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ രാജിവെക്കരുത്, നോക്കാം, നമുക്ക് ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അൻസിബ കൊടുത്തതിന് ശേഷം ഞാൻ രാജി കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ വേണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷെ ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ ഞാൻ ഇരിക്കാം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജനറൽ ബോഡിക്ക് തൊട്ട് മുമ്പ് തന്നെ അവളെ വിളിച്ച് ചോദിച്ചു, അൻസിബ രാജി ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ പിന്നെ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന്. എന്നാൽ ഇപ്പം നമ്മളത് തീരുമാനിക്കാന്ന് പറഞ്ഞ് സ്വീകരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ ജനറൽ ബോഡിയിൽ വരുമ്പോൾ അതുവരെ മുഖത്തോട് മുഖം നോക്കാത്ത തമ്മി ചളി വാരിയെറിയുകയും പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ ജനറൽ ബോഡിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊരു പ്രശ്നവും ഇല്ല, ഭയങ്കര സുഹൃത്തുക്കൾ. ഇവിടെ ഇതൊന്നും നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതുള്ള രീതിയിലാണ് ഇവരവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഇവർ പറയണ്ടേ? ഈ അംഗങ്ങൾ വിഡ്ഢികളും മണ്ടന്മാരൊന്നും അല്ലല്ലോ, ബുദ്ധിയുള്ളവരൊക്കെ അല്ലേ. അപ്പൊ അവരോട് എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഴ്ച പറ്റി, തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ അതുകൊണ്ട് ഇനിയുള്ള സമയം ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പൊക്കോളാം എന്ന് ആദ്യം തന്നെ ഇവരെല്ലാവരും കൂടെ വന്നൊന്ന് നിന്ന് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാക്കുമായിരുന്നു. അതൊന്നും ചെയ്യാതെ പ്രസിഡന്റ് വന്നിട്ട് ഈ മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല. 1500 രൂപ വീതം നമ്മൾ പെൻഷൻ കൂട്ടിത്തരും, അതിനൊരു സ്പോൺസർ ഉണ്ട്, അമ്മയുടെ ഫണ്ടിൽ നിന്ന് എടുക്കത്തില്ല, അതിനൊരു സ്പോൺസർ ഉണ്ട്. പിന്നെ എന്തുവാ, അടുത്ത ജനറൽ ബോഡി തായ്ലൻഡിലാണ്, 4 ദിവസം തായ്ലൻഡിൽ പോയി നമ്മൾ അടിച്ചു പൊളിക്കും. ഇത് പറഞ്ഞു, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. സാധാരണ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് പോസ്റ്റൽ വഴി ഒരു മാസം മുമ്പ് നമുക്ക് അക്കൗണ്ട്സ് പിന്നെ അക്കൗണ്ട് വരാറുണ്ട്, റിപ്പോർട്ട് വരാറുണ്ട്, കണക്കൊക്കെ വരുന്നതാണ്. പക്ഷെ അതൊന്നും നമുക്ക് അയച്ചിട്ടില്ല. പോസ്റ്റലിൽ നമുക്ക് ഈ ജനറൽ ബോഡിയാണെന്ന് പറഞ്ഞ ഒരു ലെറ്റർ വന്നത് തന്നെ 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട്, മെയ് 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് വരുന്നത് ജൂൺ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ജനറൽ ബോഡിയുടെ ഒരു 3 ദിവസം മുമ്പാണ് കൊറിയറിൽ ഈ ലെറ്റർ വരുന്നത്. പലർക്കും കിട്ടിയില്ല. വാട്സപ്പിൽ ഇങ്ങനെ പറയുന്ന അല്ലാതെ സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിയുമ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പോസ്റ്റലിൽ നമുക്ക് അറിയിക്കും. അതാണ് കീഴ്വഴക്കം. പക്ഷെ അതൊന്നും ഈ കാലയളവിൽ ഈ ഭരണസമിതി ചെയ്തിട്ടില്ല. റിപ്പോർട്ടും കണക്ക് വായിച്ചിട്ടില്ല. അവിടെ വന്നപ്പോഴാണ് നമ്മുടെ കയ്യിലൊക്കെ ഇത് തരുന്നത്. അവിടെ ഇരുന്ന് എങ്ങനെ നോക്കാനാ? അത് അവിടെ പ്രിന്റ് ചെയ്ത് വന്ന കണക്ക് വേറെ, ഇവർ വായിച്ച കണക്ക് വേറെ, ഇവർ വാട്സപ്പിൽ അയച്ചു തന്നത് വേറൊന്നും. ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ഒരു റിപ്പോർട്ടും കണക്കുമാണ് അവരവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ ഒരു സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ കണക്കും റിപ്പോർട്ടും ശരിയല്ലെങ്കിൽ എന്താ ചെയ്യുക? അത് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പിൻവലി അവര് രാജിവെക്കാൻ മാറണം. അതാണ് വേണ്ടത്. അതാണ് അവിടെ സംഭവിച്ചത്. അത്രേ ഉള്ളൂ. രാജിവെച്ചവര് മാറി. അപ്പൊ നമുക്ക് മുന്നിലേക്ക് വന്നൊരു കാര്യം, ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഈ ഒരു സംഘടന
പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നെന്ന് അല്ലേ? അങ്ങനല്ലേ ഇതിന്റെ ഒരു മറുകഥ നിങ്ങൾ എല്ലാവരും കേട്ടത്? ശ്വേതാ മേനോനെ 6 മണിക്കൂർ 7 മണിക്കൂർ അങ്ങോട്ട് ഒറ്റ നിപ്പ് നിർത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അവരതിന് ഉത്തരവില്ലാതെ അവസാനം ഞാൻ ഈ സംഘടനയിൽ നിന്നും ഞാൻ ഈ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയും കൂട്ടത്തിൽ നിങ്ങളെ എല്ലാവരും രാജിവെച്ച് ഈ സംഘടന പിരിച്ചുവിടുകയും അതിന് മറുവായിട്ട് അഡോ കമ്മിറ്റി നിലവിൽ വരുന്നു. അത് രമേശ് പിഷാരടി, ഗണേഷ് കുമാർ, പിന്നെ ഷാരോൺ എല്ലാവരുമായിട്ട് ചേർന്ന് ഈ ഒരു സംഘടന വീണ്ടും പുതിയതായിട്ട് സ്ഥാപിക്കാനായിട്ട് ഒരു ആൾക്കാരെ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാം കേട്ടത്. എന്നാൽ ഇതിന്റെ ബാക്കിൽ ഇവർ ഈ ഭരണസമിതി കഴിഞ്ഞ 10 മാസമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യം, ഇവരുടേതായിട്ടുള്ള കുറേ സ്വാർത്ഥ താല്പര്യങ്ങൾ. അതിനകത്ത് ഈ അതുല്യ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചു വന്ന്, അവിടെ മറ്റേ ഹണി ട്രാപ്പിന്റെ കേസ് വന്ന്, അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടൊരു അവിഹിതം വന്ന്, അതായത് ഒരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കുന്ന ഒരു ആളുകളുടെയോ വായടപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് അവിഹിതം. അതൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അവളുടെ പേരിൽ ഇങ്ങനൊരു സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇനി അവൾ ചിലപ്പോൾ ഇവരെ പേടിച്ച് മിണ്ടാതിരിക്കും. ഫ്രാങ്ക് ആയിട്ട് നിങ്ങൾ നോക്കിക്കോ, അതുല്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ എതിരെയും ഇതേ കണക്കാൻ വന്ന് അവളതുപോലെ തന്നെ നിയമ പോരാട്ടമായിട്ട് പോവുകയും ഈ പറഞ്ഞ സാറ്റലൈറ്റ് മീഡിയയ്ക്ക് ഉൾപ്പെടെ വന്ന് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയും ചെയ്തു. ആ സാധനം പൊളിഞ്ഞു. അത് അവിടെ വെച്ച് ട്രാക്ക് മാറ്റി ഇനി അവർ സെറ്റിൽ ചെയ്തോ വിട്ടോ എന്നറിയത്തില്ല. അത് അവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിച്ച് വിട്ടു. അൻസിബ പാതുറന്ന് കുറച്ചങ്ങോട്ട് വന്നപ്പോഴത്തേന് ഇതേ സാധനങ്ങൾ തന്നെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വായിലേക്ക് കൊണ്ടിട്ട് ഈ ഒരു സാധനം കൊണ്ടിട്ട് ഈ ഒരു സാധനം അങ്ങ് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച്. പക്ഷെ അൻസിബ ഇതിന് എതിരെ സംസാരിച്ചു, പറഞ്ഞു. അപ്പോഴാണ് ഫൈനലി അൻസിബയെ ഹോട്ടൽ റൂമിൽ കണ്ടിട്ടുണ്ട്. റൂമിൽ കട്ടിൽ വേറൊരാളുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഈ 4 മണിക്ക് എന്തിനാണ് ആ അൻസിബയുടെ റൂം കാണാനായിട്ട് പോയതൊന്നും അറിയത്തില്ല. നിങ്ങൾ ഇനി റൂം മാറിയാണോ അൻസിബയുടെ റൂമിൽ കയറിയോ എന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരിക്കും. ഇനി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങളാണ് പറയുന്നത്. CCTV വരെ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ എടുത്ത് കാണിക്കും. അപ്പോൾ കാണിക്കുമ്പോഴത്തേന് സ്വന്തമായിട്ട് നാറാൽ നിൽക്കുവാണെന്നുള്ളൊരു കാര്യം ഓർത്തിട്ട് വേണം ഈ പരിപാടി കാണിക്കാനായിട്ട്. അപ്പം ശരി എന്നാൽ.